ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടക്കാര സെഷൻ്റെ ബാക്കി കാണാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ടക്കാരയാണ് കാണിക്കുന്നത്. ടക്കാരയാണെങ്കിൽ ടൈസിനെ കണ്ടത് മുതലുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം കോളേജിൽ ചെല്ലുമ്പോൾ ടൈസിനാണെങ്കിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടക്കാരയാണെങ്കിൽ പെട്ടെന്ന് ടൈസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന്. അത് കേൾക്കേണ്ട താമസം വരാമെന്ന് പറഞ്ഞിട്ട് ടക്കാരയോടൊപ്പം ടൈസിൻ പോവുകയാണ്. അങ്ങനെ രാത്രി രണ്ടുപേരും കൂടി വീട്ടിലിരിക്കുന്ന സമയം ടൈസിനാണെങ്കിൽ ടക്കാരയോട് പറയുന്നുണ്ട്, സീനിയർ ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന്. അത് കേട്ടിട്ട് ടക്കാര ചോദിക്കുന്നുണ്ട്, ഇന്ന് പോകണോ, നാളെ കോളേജിലേക്ക് ഇവിടെ നിന്ന് പോയാൽ പോരെയെന്ന്. അത് കേട്ടിട്ട് ടൈസിൻ പറയുന്നു, അത് പിന്നെ ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന്. അത് കേട്ട് ടക്കാര പറയുന്നു, നീ എൻ്റെ ഡ്രസ്സ് യൂസ് ചെയ്തോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ടക്കാരയാണെങ്കിൽ ടൈസിനെ അവൻ്റെ മടിയിൽ പിടിച്ചിരുത്തുകയാണ്. അപ്പോൾ ടൈസിനാണെങ്കിൽ ടക്കാര സംസാരിക്കുന്ന രീതി വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സീനിയർ ഷൈ ആകുന്നുണ്ടല്ലേ എന്ന്. അപ്പോൾ ടക്കാര പറയുന്നു, ഞാൻ ഷൈ ഒന്നും ആകുന്നില്ലെന്ന്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ടക്കാരയാണെങ്കിൽ നല്ല രീതിയിൽ ഷൈ ആകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അറിയാതെ ചിരിച്ചു പോവുകയാണ്. അത് കണ്ട ടൈസിനും ചിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ടക്കാര എണീക്കുന്നതിന് മുമ്പ് തന്നെ ടൈസിൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ടക്കാരയുടെ അടുത്തേക്ക് വന്നിട്ട് സീനിയർ എന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സീനിയർ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ എന്ന്. അപ്പം ടക്കാരയാണെങ്കിൽ ആ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ടൈസിനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ടക്കാരയാണെങ്കിൽ ടൈസിനോടൊപ്പം ഇരിക്കുന്ന ഓരോ സമയവും മൈൻഡ് വോയിസിൽ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നതായിട്ടാണ്. അവൻ പറയുകയാണ്, ഞാനിപ്പോൾ അവനോടൊപ്പം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, ഒരുമിച്ച് ക്യാമ്പസിലേക്ക് പോകാൻ പോകുന്നു, അവൻ എൻ്റെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, അതുപോലെ എൻ്റെ കയ്യിലുള്ള മാർബിൾസ് ഒക്കെ എടുത്തു വെച്ച് കളിക്കുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അടുത്ത സീനിൽ അവരാണെങ്കിൽ കോഫി കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം ടൈസിനാണെങ്കിൽ ടക്കാരോട് പറയുന്നുണ്ട്, സീനിയറിൻ്റെ ഡിറ്റർജൻറ്റ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടെന്ന്. അപ്പം ടക്കാര പറയുന്നു, അത് സാരമില്ല, നമുക്ക് പോകുന്ന വഴി വാങ്ങിക്കാമെന്ന്. അത് കേട്ട ടൈസിൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങാം, അതാകുമ്പോൾ ചീപ്പായിട്ട് നമുക്ക് കിട്ടും, ഞാൻ അത് വാങ്ങിച്ചു തരാമെന്ന്. അത് കേട്ട് ചിരിച്ചിട്ട് ടക്കാര ചോദിക്കുന്നു, നീ എന്താ ഹൗസ് വൈഫാണോ എന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ അവിടെ ഇരുന്ന് ടൈസിൻ്റെ ഫ്രണ്ട്സും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയാണ്, അവരിപ്പോൾ എപ്പോഴും ഒരുമിച്ചാണുള്ളത്, അതുപോലെ ചിലപ്പോഴൊക്കെ അവൻ ടക്കാരയോടൊപ്പമാണ് പോകാറുള്ളതെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം തന്നെ അവിടേക്ക് ടക്കാരയുടെ ഫ്രണ്ട്സും വരെയാണ്. അവരും ടക്കാരയും ടൈസിനെയും തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ടക്കാരയാണെങ്കിൽ ക്ലബ് റൂമിലേക്ക് ചെല്ലുകയാണ്. ഈ സമയം ഷ്വാനാണെങ്കിൽ ടെൻറ്റിനകത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവൻ ഇറങ്ങി വരുന്നത് കണ്ട ടക്കാരയാണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ടക്കാരയോട് ഷ്വാൻ പറയുകയാണ്, നീ ഇപ്പം നക്കാനയോട് നല്ല ക്ലോസ് ആയതുപോലെ ഉണ്ടല്ലോ, ഒരു പക്ഷേ നീ ഗ്രാജുവേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നക്കാനയ്ക്ക് ലോൺലി ആയിട്ട് ഫീൽ ആകില്ലേ എന്ന്. അത് കേട്ടിട്ട് ടക്കാര പറയുന്നു, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലെന്ന്. അപ്പോൾ ഷ്വാൻ പറയുന്നു, അങ്ങനെയല്ല, അവൻ എന്തായാലും ലോൺലി ആയിട്ട് ഫീൽ ആകും, കാരണം അവൻ നിന്നോട് നല്ലതുപോലെ അറ്റാച്ച്ഡ് ആണെന്ന്. അത് കേട്ട ടക്കാര കുറച്ച് സമയം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നൊരു ബുക്ക് എടുത്തിട്ട് ഷ്വാനോട് പറയുന്നുണ്ട്, അടുത്ത തവണ ഏത് മൗണ്ടനിലേക്ക് പോകാമെന്ന് ചൂസ് ചെയ്യാമെന്ന്. അത് കേട്ട ഷ്വാനാണെങ്കിൽ അടുത്തത് എവിടെയാ പോകാൻ പോകുന്നതെന്നും പറഞ്ഞ് ടക്കാരയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ പോയതിനു ശേഷം ടൈസിനാണെങ്കിൽ ടക്കാരയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബുക്ക് എടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നു. അത് കേട്ട ടക്കാര പറയുന്നു, ഇതെൻ്റെ ഗ്രാൻഡ് എടുത്ത ഫോട്ടോസ് ആണെന്ന്. അത് കേട്ട ടൈസിനാണെങ്കിൽ ഇത് നന്നായിട്ടുണ്ടല്ലോ, അപ്പോൾ മറ്റ് കൺട്രീസിലെ മൗണ്ടൻസിലൊക്കെ പോകുമല്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ടക്കാര പറയുന്നു, എൻ്റെ അപ്പൂപ്പൻ ഒരു വേൾഡ് ട്രാവലർ ആണെന്ന്. അത് കേട്ടിട്ട് ടൈസിൻ പറയുന്നു, എനിക്ക് ഒരിക്കലും ഇത് ട്രൈ ചെയ്യണമെന്ന്. അപ്പം ടക്കാര ചോദിക്കുന്നു, നമുക്ക് ഇവിടെയുള്ളൊരു മൗണ്ടനിൽ ഒരുമിച്ച് ഹൈക്കിങ്ങിന് പോയാലോ എന്ന്. അത് കേട്ട ടൈസിൻ ചോദിക്കുന്നു, ഒരുമിച്ചെന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് നമ്മൾ രണ്ടുപേരും മാത്രമാണോ എന്ന്. അപ്പം ടക്കാര പറയുന്നു, അതേന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, പിന്നെ എപ്പോഴാണ് ആ ടൈം വരുന്നത്, എനിക്ക് ചില കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണമെന്ന്. അത് കേട്ട ടൈസിൻ പറയുന്നു, എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് തോന്നുന്നത് സീനിയർ അത് എന്നോട് മൗണ്ടനിൽ വെച്ച് പറയുന്നതായിരിക്കും നല്ലതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ടൈസിനാണെങ്കിൽ ചിരിക്കുന്നു. ടക്കാരയാണെങ്കിൽ അത്ര ചിരിക്കുന്ന രീതിയിലൊന്നും അല്ല ഇരിക്കുന്നത്. പിറ്റേന്ന് അവർ പറഞ്ഞതുപോലെ ഹൈക്കിങ്ങിന് പോവുകയാണ്. അവർ പോയിരിക്കുന്ന മൗണ്ടൻ ടൈസിൻ എന്ന ക്ലബിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്കും ഇവരൊരു മൗണ്ടനിൽ പോയിരുന്നില്ല. ആ മൗണ്ടനിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ടൈസിൻ അവിടെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ ക്ലബിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യമായിട്ട് വന്ന മൗണ്ടനല്ലേ ഇതെന്ന്. അപ്പോൾ ടക്കാര പറയുന്നുണ്ട്, അതേന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പം മുമ്പത്തേക്കാൾ എനർജറ്റിക് ആണല്ലോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ടക്കാരയാണെങ്കിൽ മുമ്പോട്ട് നടക്കുകയാണ്. അങ്ങനെ ടൈസിനും അവൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴി ടൈസിനാണെങ്കിൽ ഒരു മരം കണ്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ഈ സമയം ടക്കാരയാണെങ്കിൽ പെട്ടെന്ന് ടൈസിൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. അത് കണ്ട് ടൈസിനെ അന്തം വിട്ട് നോക്കുന്നത് കണ്ടിട്ട് ടക്കാര ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. അത് കേട്ടിട്ട് ടൈസിൻ പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലെന്ന്. അങ്ങനെ അത് കേട്ട് ചിരിച്ചിട്ട് ടക്കാരയാണെങ്കിൽ ടൈസിൻ്റെ കൈ പിടിച്ചിട്ട് അവിടെ നിന്നും മുമ്പോട്ട് നടക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോൾ രണ്ടുപേരും കൂടി അവിടെ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് ഫുഡ് തയ്യാറാക്കി കഴിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ടൈസിനാണെങ്കിൽ ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതെന്തും മനോഹരമാണല്ലേ,
എനിക്കിവിടെ വീണ്ടും വരാൻ തോന്നുന്നുണ്ടെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ടക്കാരയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ടൈസിനാണെങ്കിൽ സീനിയർ എന്ന് വിളിക്കുന്നു. അപ്പം ടക്കാര പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല എനിക്ക് ഇവിടെ ഒരിക്കൽ കൂടി വരാൻ കഴിയുമോ എന്ന്. ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഞാൻ ഗ്രാൻഡ്പയോടൊപ്പം ഹൈക്കിങ്ങിന് പോകുമെന്ന്. അത് കേട്ട് ടൈസൺ ചോദിക്കുന്നു, അപ്പോൾ അടുത്ത വർഷം സീനിയർ അബ്രോഡിലേക്ക് പോകുന്നത് കൊണ്ടാണോ ഇവിടേക്ക് വരത്തില്ലെന്ന് പറഞ്ഞതെന്ന്. അപ്പം ടൈസൺ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ടക്കാരയാണെങ്കിൽ താനൊരു സെൽഫിഷായ വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് പിന്നെ സംസാരിക്കുന്നത്. അതായത് അവൻ്റെ അമ്മയെ പോലെയെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടത് നീ തന്നെ ഡിസൈഡ് ചെയ്യുന്നു. അത് കേട്ടിട്ട് ഐശ്വര്യം പറയുന്നുണ്ട്, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം സീനിയർ ഒരിക്കലും ഒരു മോശമായ ആളല്ല. അന്ന് നമ്മൾ ആദ്യം കണ്ട സമയത്ത് തന്നെ എന്നെ സമാധാനിപ്പിച്ചത് സീനിയറാണ്. നിങ്ങളൊരു കൈൻഡായ പേഴ്സൺ ആണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പോക്കറ്റിൽ നിന്നും അന്ന് ടക്കാര കൊടുത്ത മാർബിൾ എടുക്കുകയാണ്. എന്നിട്ട് അത് ആകാശത്തേക്ക് വെച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, സീനിയർ എനിക്ക് തന്ന ഏറ്റവും മനോഹരമായ തിങ്കാണിതെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ ടക്കാരയെ ഹഗ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടെന്ന്. അത് കേട്ട ടക്കാരയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ടൈസിനെ കിസ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്നെ ഒരു കൈൻഡായ പേഴ്സൺ ആയിട്ട് കരുതരുതെന്ന്. അത് കേട്ട ടൈസൺ പറയുന്നു, പക്ഷെ സീനിയർ ഒരു ഗുഡ് പേഴ്സൺ ആണെന്ന്. അപ്പം ടക്കാര പറയുന്നുണ്ട്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഇനിയും നീ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാണോ എന്ന്. അപ്പം ടൈസൺ പറയുന്നു, എന്തായാലും കുഴപ്പമില്ല, ഞാനിത് കണ്ടിന്യൂ ചെയ്യുമെന്ന്. അങ്ങനെ ഇവർ ഇത്രയൊക്കെ സംസാരിച്ചതിന് ശേഷം ടക്കാരയാണെങ്കിൽ ടൈസിനെ ഇക്ലിയാക്കിയാണ്. അങ്ങനെ ഇവരിങ്ങനെ സന്തോഷം ഇവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടൈസിൻ്റെ ഫോണിലൊരു മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന ടൈസിൻ്റെ സഹോദരിയാണ്. ഇങ്ങനെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, അമ്മ ഇപ്പോൾ ഒരു ട്രബിളിലാണ്, നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണമെന്ന്. പിറ്റേന്ന് അമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന് അറിഞ്ഞ ടൈസിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ടക്കാരോട് താൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവനെ കണ്ടിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, ടൈസിൻ നീ വന്നോ എന്ന്. അപ്പോൾ ടൈസിൻ ചോദിക്കുന്നു, അമ്മ ഇപ്പോൾ ഓക്കെ ആണോ എന്ന്. അപ്പോൾ അമ്മ കയ്യിലേക്ക് നോക്കിയിട്ട് അവനോട് ചോദിക്കുന്നു, ഓ ഇതാണോ, ഇത് ഞാനൊന്ന് തറയിൽ വീണു, അപ്പോൾ ചെസ്റ്റ് കൈയൊന്ന് വയ്യാതായി അത്രയേ ഉള്ളെന്ന്. അത് കേട്ടിട്ട് ടൈസിൻ പറയണു, ഓ ഞാൻ കരുതി എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന്. അത് കേട്ടോണ്ട് വരുന്ന അവൻ്റെ സഹോദരി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയുടെ കൈ വയ്യാതായത് നിനക്ക് അത്ര സീരിയസ് ആയ കാര്യമല്ലേ എന്ന്. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, നീയാണോ അവനെ വിളിച്ചറിയിച്ചതെന്ന്. അപ്പോൾ അവൾ പറയുന്നു, പിന്നെ എന്തുണ്ടായാലും അവൻ വരത്തില്ല, അതാ പറഞ്ഞതെന്ന്. ഈ സമയം തന്നെ അവിടേക്ക് അച്ഛനും വരുന്നുണ്ട്. അച്ഛനും അവനെ കണ്ടിട്ട് ചോദിക്കുന്നു, ടൈസിൻ നീ അങ്ങനെ വന്നോ എന്ന്. എന്നിട്ട് അച്ഛനും അമ്മയും ആണെങ്കിൽ ടൈസിൻ്റെ സഹോദരിയെ ടൈസിൻ ഇല്ലാതിരുന്ന സമയത്ത് അവൾ ഭയങ്കര ലോൺലി ആയിരുന്നു എന്ന് പറഞ്ഞ് അവളെ കളിയാക്കിയാണ്. അങ്ങനെ ടൈസിനാണെങ്കിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് സമാധാനമാകുന്നത്. അങ്ങനെ രാത്രി ടക്കാരെ വിളിക്കുമ്പോൾ ടൈസിനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നു. അപ്പം ടക്കാര പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അമ്മ ഓക്കെ ആണെന്ന് അറിഞ്ഞതിൽ സന്തോഷം, പിന്നെ നീ എപ്പോഴാണ് ഇവിടേക്ക് തിരിച്ചു വരുന്നതെന്നും ചോദിക്കുന്നു. അത് കേട്ടിട്ട് ടൈസിൻ പറയുന്നു, എനിക്ക് തോന്നുന്നത് നാളെ രാത്രി ടോക്കിയോയിൽ എത്തുന്നത് പോലെയുള്ള ബസ്സിലായിരിക്കും വരുന്നതെന്ന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ സീനിയർ ഇപ്പം മാർബിൾസ് എടുത്ത് കളിക്കുകയല്ലേ എന്ന്. അത് കേട്ടിട്ട് ടക്കാർ ചോദിക്കുന്നു, അല്ല നിനക്കതെങ്ങനെ അറിയാമെന്ന്. അപ്പം ടൈസിൻ പറയുന്നു, സീനിയർ എപ്പോഴും കുളി കഴിഞ്ഞ് വന്നുടനെ മാർബിൾസ് വെച്ച് കളിക്കാറുണ്ടല്ലോ എന്ന്. അപ്പം അത് കേട്ടിട്ട് ടക്കാര ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പോൾ കിടക്കുകയായിരിക്കുമല്ലേ എന്ന്. അപ്പം ടൈസിന് ചോദിക്കുന്നുണ്ട്, അല്ല അതെങ്ങനെ സീനിയറിനെ അറിയാമെന്ന്. അപ്പം ടക്കാര പറയുന്നു, നീയോ എപ്പോഴും കുളി കഴിഞ്ഞതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ബെഡിലേക്ക് പോകുമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന്. അത് കേട്ട് സന്തോഷത്തിൽ ടൈസിൻ പറയുന്നുണ്ട്, ഓ സീനിയറിന് എന്നെ നല്ലതുപോലെ അറിയാമല്ലോ എന്ന്. എന്നിട്ട് ടൈസിൻ പറയണേ, എനിക്ക് സീനിയറിനോട് സംസാരിക്കുമ്പോൾ സീനിയറിനെ കാണാനായിട്ട് തോന്നുന്നു എന്ന്. ഇങ്ങനെ സംസാരിച്ച് ടൈസിനാണെങ്കിൽ ഉറങ്ങിപ്പോവുകയാണ്. ടക്കാര നക്കാനോ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളി കേൾക്കാതിരിക്കുമ്പോൾ ടക്കാരയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ടൈസിൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന്. അങ്ങനെ അവൻ കോൾ കട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഉറക്കം കെടുത്തിയിട്ട് അവനെന്താ ഉറങ്ങിയിരിക്കുന്നു എന്ന്. പിറ്റേന്ന് രാവിലെ ടൈസിനാണെങ്കിൽ ദൈസുക്കെ എന്ന് പറയുന്ന അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുകയാണ്. അത് കണ്ട് അമ്മ പറയുന്നുണ്ട്, നീ അവന് ഈ റാഡിഷ് കൊടുത്തേക്കോ എന്ന്. അപ്പം ടൈസിൻ പറയുന്നു, ഇല്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ്. ഇവൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ടക്കാര അവനെ കോൾ ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ ഫോൺ മറന്നു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അത് കണ്ട് അമ്മയാണെങ്കിൽ ടൈസിൻ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അവനത് കേൾക്കുന്നില്ല. അങ്ങനെ അമ്മ ഫോൺ എടുക്കുന്ന സമയത്ത് അറിയാതെ കൈ തട്ടി കോൾ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ടക്കാര ഹലോ നക്കാനോ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നു, ഓ സോറി, ഞാൻ അറിയാതെ കോൾ അറ്റൻഡ് ചെയ്തതാ, ഞാൻ ടൈസിൻ്റെ അമ്മയാണെന്ന്. അത് കേട്ടിട്ട് ടക്കാര ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ, ഞങ്ങൾ രണ്ടുപേരും സെയിം യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെന്ന്. അത് കേട്ട അമ്മ ചോദിക്കുന്നു, ഓ നീയാണോ ടക്കാര സീനിയർ എന്ന്. അപ്പോൾ അത് കേട്ടിട്ട് അവൻ പറയുന്നു, അതേന്ന്. അത് കേട്ടിട്ട് അമ്മ പറയുന്നു, ഓ നിന്നെക്കുറിച്ച് അവൻ എന്നോട് പറഞ്ഞായിരുന്നു, താങ്ക്സ് മോനെ അവനെ കെയർ ചെയ്യുന്നതിന്. പിന്നെ ടൈസിൻ ഇപ്പോൾ അവൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ദയുസ്കേനെ കാണാനായിട്ട് പോയിരിക്കുകയാണെന്ന്. അപ്പം ടക്കാര പറയുന്നു, ഓ എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന്. അപ്പം അമ്മ കോള് കട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവനോട് പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, പിന്നെ മോനെ താങ്ക് യു എന്ന്. അത് കേട്ടിട്ട്
ടക്കാര ചോദിക്കുന്നുണ്ട് വീണ്ടും എന്തിനാ താങ്ക്സ് പറഞ്ഞെന്ന്. അപ്പം അമ്മ പറയുന്നു അത് പിന്നെ അവന് ഒക്കാമ എന്ന് പറയുന്ന ഒരു തത്തയുണ്ടായിരുന്നു, അത് മരിച്ചു പോയത് അവനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതിനെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയായിരുന്നു അവൻ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവൻ ഞങ്ങളോട് പറഞ്ഞു അവന് ടോക്കിയോയിലേക്ക് പോകണമെന്ന്. ആദ്യമൊക്കെ ഞാൻ വറീഡായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം അതിലൂടെ അവൻ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മോനെ കണ്ടതിന് ശേഷമാണ് അവൻ ഒരുപാട് ചേഞ്ച് ആയതെന്ന്. എന്തായാലും മോൻ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ കാണണേ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ടക്കാര പറയുന്നു ശരിയെന്ന്. അതിനുശേഷം അമ്മ പറയുന്നുണ്ട് എന്തായാലും അടുത്ത തവണ ഞങ്ങളെ കാണാൻ നീയും വരണേ എന്ന്. അത് കേട്ടിട്ട് ടക്കാരയാണെങ്കിൽ ശരി വരാമെന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് ടൈസൺ അയ്യോ ഞാൻ എൻ്റെ ഫോൺ മറന്നു വെച്ചെന്ന് പറഞ്ഞു കയറി വരുന്നുണ്ട്. അങ്ങനെ അമ്മ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് ടൈസൺ ചോദിക്കുന്നുണ്ട് അമ്മ എന്ത് ചെയ്യുകയാണെന്ന്. അപ്പം അമ്മ പറയുന്നു അത് ടക്കാര സീനിയറാണ് വിളിച്ചതെന്ന്. അത് കേട്ട ടൈസൺ ടക്കാര സീനിയറോ എന്ന് ചോദിക്കുന്നു. അപ്പം അമ്മ പറയുന്നു ഞാൻ അറിയാതെ കോൾ അറ്റൻഡ് ചെയ്തതാണെന്ന്. ഇവർ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ടക്കാരൊക്കെയാണെങ്കിൽ ചിരി വരുന്നുണ്ട്. അങ്ങനെ അവൻ ഫോൺ വാങ്ങിയിട്ട് ടക്കാരയോട് സോറി സീനിയർ എന്ന് പറയുന്നു. അതിനിടയ്ക്ക് അമ്മ ചോദിക്കുന്നുണ്ട് അവർ റാഡിഷ് കഴിക്കുമെന്ന്. അത് കേട്ടിട്ട് ടൈസനാണെങ്കിൽ അതിനിടയിൽ റാഡിഷോ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അടുത്ത സീനിൽ ടൈസൺ ടോക്കിയോയിലേക്ക് തിരിച്ചെത്തിയതുപോലെയാണ് കാണിക്കുന്നത്. വീട്ടിനുള്ളിലേക്ക് കയറി ഉടനെ ടൈസനാണെങ്കിൽ ടക്കാരയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ടോക്കിയോയിലേക്ക് തിരിച്ചെത്തിയെന്ന്. അതിനുശേഷം ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് വരട്ടെ എന്ന് ടൈപ്പ് ചെയ്യാണ്. പക്ഷെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനാണെങ്കിൽ മെസ്സേജ് അയക്കുന്നില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഈ സമയത്ത് ഞാൻ അവിടേക്ക് പോകുകയാണെങ്കിൽ അത് വെറുതെ സീനിയറിനെ ബോധർ ചെയ്യിപ്പിക്കുമെന്ന്. അങ്ങനെ മെസ്സേജ് അയക്കുന്നതൊക്കെ നിർത്തിയിട്ട് അവനാണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിയാണ്. അങ്ങനെ ഉറങ്ങുന്ന സമയം പെട്ടെന്നാണെങ്കിൽ കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ടൈസനാണെങ്കിൽ ഞെട്ടി ഉണരുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഇതാരായെന്ന്. ഇത്രയും പറഞ്ഞിട്ട് പേടിച്ച് ഒരു പാനും കയ്യിലെടുത്തോണ്ട് ഡോറിനടുത്തേക്ക് പോയിട്ട് ആരാ അതെന്ന് ചോദിക്കുന്നു. അപ്പോൾ വന്ന ആൾ പറയുന്നു ഇത് ഞാനാണെന്ന്. വന്നിരിക്കുന്നത് മറ്റാരുമല്ല ടക്കാരയായിരുന്നു. അങ്ങനെ ഡോറ് തുറക്കുമ്പോഴത്തേക്കും ടക്കാരയാണെങ്കിൽ ടൈസനെ ഹഗ് ചെയ്ത് തറയിലേക്ക് ചെന്ന് വീഴുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി നീ എന്നോട് പറഞ്ഞായിരുന്നല്ലോ നിനക്ക് എന്നെ കാണണമെന്ന്. അത് കേട്ടിട്ട് ടൈസൻ പറയുന്നു അതെ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പോൾ അതുകൊണ്ട് സീനിയർ എന്നെ കാണാൻ വന്നതാണോ എന്ന്. അപ്പം ടക്കാര പറയുന്നു അതേന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് പിന്നെ എനിക്ക് അറിയത്തില്ല ഇതുപോലെയാണോ ആരെയെങ്കിലും മിസ് ചെയ്യുന്നതായിട്ട് ഫീൽ ആകുന്നതെന്ന്. അത് കേട്ടിട്ട് ടൈസൻ പറയുന്നുണ്ട് ഞാൻ സീനിയറിനെ ഒരുപാട് മിസ് ചെയ്തെന്ന്. അപ്പം ടക്കാര പറയുന്നുണ്ട് സോറി ഈ സമയത്ത് ഇവിടേക്ക് വന്നതിനെന്ന്. അത് കേട്ട ടൈസൻ പറയുന്നു അത് സാരമില്ല ഞാൻ സീനിയറിനോട് ചോദിക്കാമെന്ന് കരുതിയതായിരുന്നു, ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ എന്ന്. അത് കേട്ട ടക്കാര ചോദിക്കുന്നു പിന്നെന്താ നീ ചോദിക്കാതിരുന്നേന്ന്. അപ്പം ടൈസൻ പറയുന്നു അത് പിന്നെ ഞാൻ വറീഡായിരുന്നു, ഒരു പക്ഷേ സീനിയറിന് ഞാൻ അനോയിങ് ആയിട്ട് തോന്നിയാലോ എന്ന്. അത് കേട്ട ടക്കാര ടൈസനോട് പറയുന്നു എൻ്റെ ആഗ്രഹം നീ എപ്പോഴും എൻ്റെ പ്ലേസിൽ സ്റ്റേ ചെയ്യണമെന്നാണ്. അതുപോലെ എനിക്ക് പേടിയാണ്, നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ എൻ്റെ അമ്മയെ പോലെയൊന്നും അല്ലെന്ന്. എന്നാലും ഒരു പക്ഷേ ഞാൻ നിന്നെ ഹേർട്ട് ചെയ്താലോ എന്ന്. അതുമാത്രമല്ല ഞാൻ നിന്നേക്കാൾ അനോയിങ് ആണെന്നും അവൻ പറയുന്നു. അത് കേട്ട ടൈസനാണെങ്കിൽ കരയാൻ തുടങ്ങിയാണ്. അപ്പം ടക്കാരയാണെങ്കിൽ അവൻ്റെ കണ്ണീര് തുടച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നേന്ന്. അത് കേട്ട ടൈസൻ പറയുന്നു സീനിയർ നിങ്ങൾ അനോയിങ് ഒന്നും അല്ല, അതുപോലെ എനിക്കിഷ്ടമല്ലാത്തതൊന്നും തന്നെ സീനിയർ ചെയ്തിട്ടില്ല, ഞാൻ നല്ല ഹാപ്പിയാണ്, സീനിയർ ഐ ലൈക്ക് യു എന്നും പറയുന്നു. അത് കേട്ടിട്ട് ടക്കാരയാണെങ്കിൽ പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നുണ്ട് ടൈസൻ നീ ശരിക്കും അമേസിങ് ആണ്, എത്ര പെട്ടെന്നാണ് നീ എന്നെ ഫ്ലേർട്ട് ചെയ്യുന്നതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ കുറച്ച് സമയം ടൈസനെ നോക്കിയിരുന്നിട്ട് അവനെ ഹഗ് ചെയ്യാണ്. സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് രണ്ടുപേരും കൂടി എവിടേക്കോ പോയിട്ട് തിരിച്ച് ടൈസൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ്. അപ്പോൾ ടൈസൻ പറയുന്നുണ്ട് സത്യമായിട്ട് ഞാൻ നല്ലതുപോലെ ഷോക്കായി പോയി എൻ്റെ അമ്മ സീനിയറിനോട് സംസാരിച്ചപ്പോൾ. പക്ഷേ പിന്നെ അമ്മ സീനിയർ എത്ര നല്ല ആളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായെന്ന്. അത് കേട്ട ടക്കാര പറയുന്നുണ്ട് അമ്മ എന്നെ വീട്ടിലേക്ക് ചെല്ലാൻ ഇൻവൈറ്റ് ചെയ്തു, പിന്നെ ഈ ദൈസ്കു ആരാണെന്നും ചോദിക്കുന്നു. അത് കേട്ടിട്ട് ടൈസൻ പറയുന്നു അതെൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഹൈസ്കൂൾ വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചതെന്ന്. എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ സീനിയർ എന്നോട് പറയരുതേ സീനിയർ ജലസാവുകയാണെന്ന്. അത് കേട്ട ടക്കാര നീ ഒന്ന് നിർത്തുന്നു പറയണ്. അങ്ങനെ ടൈസൻ്റെ വീടിനടുത്ത് എത്തുമ്പോൾ ടക്കാര പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പൊസസീവും അതുപോലെ ജലസും ആകുന്നുണ്ട്, പിന്നെ ഇന്നലെ നിന്നെ കാണാൻ വന്നത് നല്ല ഫണ്ണായിട്ടുണ്ടായിരുന്നെന്ന്. അപ്പം ടൈസനാണെങ്കിൽ പെട്ടെന്ന് ടക്കാരയുടെ കയ്യിൽ പിടിച്ചിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് സീനിയർ ഇപ്പോൾ നമ്മൾ 100%-ൽ എത്ര ലെവൽ വരെ എത്തിയെന്ന്. അത് കേട്ട ടക്കാര ചിരിച്ചിട്ട് ടൈസനെ കിസ് ചെയ്യാണ്. കിസ്സിലൂടെ ടക്കാര ഉദ്ദേശിക്കുന്നത് 100% എത്തിയെന്നാണ്. അപ്പോൾ ഇതോടെ നമ്മൾ ഡ്രാമ അവസാനിക്കുകയാണ്. ഇതിന് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് കൂടി ഉണ്ട്, അത് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.